എല്ലാവർക്കും നിരാമയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അലീന. അപ്പോൾ ഇന്ന് നമുക്ക് തേൻ എങ്ങനെയാണ് സേവിക്കേണ്ടതെന്ന് നോക്കാം. അത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ് തേൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ തേൻ ഒരിക്കലും ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊപ്പമോ ചൂടാക്കിയോ ചൂട് കാലത്തോ സേവിക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചൂടാക്കി തേൻ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ അതിന് ഖരപദാർത്ഥമാവുകയും അത് ദഹിക്കാൻ പാടുണ്ടാകുകയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുകയും പിന്നെ ദഹന സംബന്ധമായിട്ടുള്ള വികാരങ്ങൾക്ക് കാരണമാകുകയും പറയുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചൂടാക്കി തേൻ കഴിക്കുമ്പോൾ ഇപ്പോൾ പുതിയ പഠനങ്ങൾ പ്രകാരം പറയുകയാണെങ്കിൽ അത് ചെറിയ ക്രിസ്റ്റൽസ് പോലെ അല്ലെങ്കിൽ കുറച്ച് ഖരപദാർത്ഥമായിട്ട് ഫോം ചെയ്യുകയും അത് നമ്മുടെ ജോയിൻസിൽ വന്ന് സെറ്റിലാവുകയും പിന്നെ നമുക്കൊരു പ്രായം കഴിയുമ്പോൾ ആർത്രൈറ്റിസ് പോലെയുള്ള വികാരങ്ങളിലേക്ക് നീങ്ങാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കഴിവതും തേൻ ചൂടാക്കിയോ ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കൊപ്പമോ സേവിക്കുന്നത് ഒഴിവാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് തേൻ കഴിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതാണ്. അപ്പോൾ നമുക്ക് തേൻ മധുരമായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേനിൻ്റെ രസം എന്ന് പറയുന്നത് മധുര കഷായരസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തേൻ പ്രമേഹ രോഗികൾക്ക് സേവിക്കുന്നത് തെറ്റില്ല. തേനിന് യോഗവാഹി എന്നൊരു ഗുണമുണ്ട്. യോഗവാഹി എന്ന് പറയുന്നത് അതൊരു വെഹിക്കിളായിട്ട് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്തിട്ട് അത് എവിടെയാണ് ആക്ട് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് എത്തിക്കുക. അതിനെ കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ഒന്ന് എഫിഷ്യൻ്റ് ആക്കുക എന്നൊരു പ്രോപ്പർട്ടിയാണ് ഈ യോഗവാഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റു മരുന്നുകൾക്ക് അനുപാനമായിട്ട് തേൻ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ തേൻ അനുപാനമായിട്ട് ചില മരുന്നുകൾക്ക് കഴിക്കാൻ അതുകൊണ്ട് പറയുന്നുണ്ട്. അത് മറക്കാതെ തന്നെ അങ്ങനെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഏതൊക്കെ രോഗാവസ്ഥയിൽ നമുക്ക് തേൻ സേവിക്കാമെന്ന് നോക്കാം. കൂടുതലായിട്ടും കഫപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ കഫാനുബന്ധമായിട്ടുള്ള കഫസംബന്ധിയായിട്ടുള്ള വികാരങ്ങൾക്ക് തേൻ സേവിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വികാരങ്ങൾ, പിന്നെ അമിതമായിട്ടുള്ള വണ്ണം തുടങ്ങിയ രോഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് തേനിന് ലേഖനം അഥവാ സ്ക്രേപ്പിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ ചുരണ്ടിയെടുക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മ്യൂക്കസിനെ നമുക്കത് സ്ക്രേപ്പ് ചെയ്ത് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് തേൻ ഈ രോഗങ്ങളിൽ അനുപാനമായിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആടലോടകത്തിൽ തേൻ ചേർത്ത് സേവിക്കുന്നത് നല്ലതായിരിക്കും. ഈ കാര്യങ്ങളാണ് നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് തോന്നിയെങ്കിൽ അത് ബാക്കിയുള്ളവരുടെ അറിവിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.